ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നയനെ അങ്ങനെ ആ മഴയത്ത് തന്നെ നിൽക്കുന്നു. അനി രക്ഷിക്കാൻ ചെന്നു, പക്ഷെ നയനെ അതിനൊന്നും സമ്മതം മൂളിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടുകാർ വരുന്നതും ഇക്കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതും. ഇത്രയും കാലം അവരുടെ എല്ലാവരുടെയും മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്നിരുന്ന നമ്മുടെ കനകമൊക്കെ ഇന്ന് സ്വന്തം മകളുടെ ഈ ഒരു ദയനീയമായ അവസ്ഥ കണ്ട് പ്രതികരിക്കുന്നു. അങ്ങനെ അവരുടെ മുന്നിലും വിട്ടുകൊടുക്കാതെ ദേവയാനിയും ജലജയും ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇത്രയും നല്ലൊരു കാഴ്ച കാണാൻ എൻ്റെ മകൻ ഇവിടെ ഇല്ലാതായി പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ് ജലജയ്ക്കുള്ളത്. അങ്ങനെ ദേവയാനിയാണെങ്കിൽ ചെയ്തതെന്തോ മഹത്തായ കാര്യമാണെന്നുള്ള രീതിയിൽ ഇവരുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ലാസ്റ്റ് അവരിങ്ങനെ മക്കളെയും കൊണ്ട് അല്ലെങ്കിൽ മകളെയും കൊണ്ട് ഇറങ്ങുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴും അങ്ങനെ ആ ഒരു ഇതിൽ ഈ ജലജ കുറച്ചുകൂടി വീറും വാശിയും ഉണ്ടാക്കി കൊടുക്കുക, എത്രയും പെട്ടെന്ന് പോട്ടെ എന്നുള്ളൊരിതിൽ. ആ സമയം നമ്മുടെ ഗോവിന്ദേട്ടൻ ആദർശിനോട് ചെന്നിട്ട് പറഞ്ഞു, മോനെ ആദർശേ, നീയും മോളും വീട്ടിലേക്ക് വന്ന് മോൻ മോളോടൊപ്പം ചെളിയിലൊക്കെ ചവിട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു, നിങ്ങൾ തമ്മിൽ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് എന്നുള്ളതാണെന്ന്. ആ സന്തോഷത്തിന് ഒട്ടും ആയുസ്സുണ്ടായിരുന്നില്ലല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ താൻ എന്താണോ വിചാരിച്ചത്, മരുമോനെ മൊത്തത്തോടെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചല്ലേ? അതുകൊണ്ടാണല്ലോ മരുമകനെ വീട്ടിൽ വിളിച്ച് കയറ്റിയതും അതുപോലെ തന്നെ ചെളി ചവിട്ടിച്ചതും അങ്ങനെയൊക്കെ കാണിച്ചത്. പക്ഷേ തെറ്റിപ്പോയല്ലേ എന്ന് ജലജ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദേട്ടൻ. താനൊന്ന് ചുമ്മാതിരിയടോ, എന്താ ഇവളീ കാണിച്ചു കൂട്ടിയതൊന്നും എന്താ ഇവിടെ ഒരു പ്രശ്നമല്ലേ? ആ പ്രശ്നമൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലേ എന്ന് അന്നേരത്തേക്കും ദേവയാനി ചോദിക്കുക. ദേവയാനി അന്നേരത്തേക്കും എല്ലാം മുഴുവനും കുറ്റവും നമ്മുടെ നയനയുടെ തലയിലേക്ക് കൊണ്ടിട്ട് നയനയാണ് കുറ്റകാരി എന്നുള്ളൊരു രീതിയിലേക്കാക്കി. അങ്ങനെ താനൊക്കെ പറയുന്നത് മുഴുവൻ കള്ളമാണ്, തനിക്ക് 3 പ്രാവശ്യം അറ്റാക്ക് വന്നതാണെന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലേ നുണയാണെന്ന്, അത് നുണ തന്നെയാണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് അങ്ങനെ പറയണം. അപ്പോഴേക്ക് ഈ ജലജ വലിയ ജലജ ആള് കളിച്ചപ്പോഴത്തേക്കും നമ്മുടെ കനകം പറഞ്ഞു, നീ കൂടുതൽ ഞാൻ എൻ്റെ മകളെയും കൊണ്ട് പോകാൻ നിൽക്കുക, നീ കൂടുതൽ സംസാരിക്കണ്ടെന്ന് പറഞ്ഞപ്പം കൂടുതൽ ആൾ കളിക്കണ്ട, നിൻ്റെ ഒരു മോളും കൂടി ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. വിട്ടേക്ക്, 2 പേരെയും വിട്ടേക്ക്, ഞങ്ങളുടെ മക്കളെ നോക്കാൻ ഞങ്ങൾക്കറിയാം, ആരുടെയും ഔദാര്യത്തിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ കനകം പറയുക. അപ്പോൾ കനകം അത് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇനി എന്നെയും കൊണ്ടുപോകുമോ അല്ലെങ്കിൽ എന്നെയും പറഞ്ഞു വിടുമോ എന്നുള്ള പേടിയിൽ പുറകോട്ട് മാറി നിൽക്കുക നവ്യ. അങ്ങനെ നവ്യ മാറി മാറി നിൽക്കുന്നു. ആ സമയത്ത് നമ്മുടെ കനകം അവിടെ നിന്ന് പോവുകയാണ്. ഇനി പോകാൻ ഇറങ്ങിയത് സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും പറയണ്ട എന്നുള്ളൊരിതിൽ പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ആദർശിനെ ഇങ്ങനെയൊന്ന് നോക്കി. ആദർശ് എന്ന് പറയുന്ന മനസാക്ഷി ഇല്ലാത്തവൻ നേരെ പോലും ഒന്നും നോക്കിയില്ല സത്യമായിട്ടും. അങ്ങനെ ആദർശ് ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ നയനയെ കൂട്ടിക്കൊണ്ട് അമ്മയൊക്കെ പടി ഇറങ്ങുമ്പോഴേക്കും അനി ചെന്നിട്ട് ആദർശിനോട് ചോദിച്ചു, എന്തൊക്കെ ഏട്ടാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ മഹാപാപമൊക്കെ എവിടെ കൊണ്ടോ ഏട്ടൻ തീർക്കുമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ചോദിക്കുകയാണ്, എന്തോ നാടാ മഹാപാപം? അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അവൾക്ക് കിട്ടിയത്, അതിന് എൻ്റെ മോൻ എന്ത് പഴച്ചു, അവനെങ്ങനെയാണ് അതിനുള്ള ഒരു ഇത് കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ പറയാം. ഇതിനെല്ലാം അടിത്തറ ഈ പറയുന്ന ദേവയാനി എന്ന് പറയുന്നവളാണ്. ആ ദേവയാനിയുടെ അഹങ്കാരത്തിൻ്റെ കാരണങ്ങളാണ് ഇന്നിവിടെ മുഴുവൻ അരങ്ങേറിയത്. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഇവരങ്ങ് ഇറങ്ങി ആ ഒരു എന്താ പറയുന്നത് മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചില്ല, അപ്പോഴേക്കും അവിടേക്കൊരു വണ്ടി വരുന്നു. ആ വണ്ടി വന്നപ്പോൾ അതിൽ നിന്നും മറ്റൊരാൾ ഇറങ്ങുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, ആദർശിൻ്റെ അച്ഛൻ. ഇന്ന് തൊട്ട് പുതിയ ജയനാണ് കേട്ടോ വരുന്നത്. അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ ഇവർ 3 പേരെയും കണ്ടു. അല്ല നിങ്ങളങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. വീട്ടിലോട്ട് പോവേ എന്തൊക്കെയാണ് പറയുന്നത്? ഈ പെരുമഴയ്ക്ക് നിങ്ങൾ എന്തെന്താ മോള് നനഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകവും ഗോവിന്ദേട്ടനും ആ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുക. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആകെ ഒരു വിഷമമായിട്ടോ, അദ്ദേഹത്തിന് ആകെ സങ്കടമായി. മോളിങ് വന്നേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയുടെ കൈകളിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇല്ലച്ചാ ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നയന പോകാനായിട്ട് ഇവരോടൊപ്പം തന്നെ നിൽക്കുന്നു. അപ്പം നിൻ്റെ അച്ഛനല്ലേ പറയുന്നത്, നീ വന്നേന്നും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഈ ജയൻ വന്ന് നിൽക്കുന്നതും അതുപോലെ ഇവർ നമ്മൾ സംസാരിക്കുന്നതൊക്കെ ബാക്കി അകത്തുള്ളവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നയനയുടെ കൈയും പിടിച്ച് ജയൻ അകത്തേക്ക് കയറി ചെന്നു. കൂടത്തിൽ കനകവും ഗോവിന്ദേട്ടനും കൂടെ കയറി ചെന്നു. അങ്ങനെ അവർ കയറി ചെന്നപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിച്ചു. എന്താണ് ഞാൻ ഈ കാണുന്നത്? ആദർശേ, നിന്നോടാണ് ഞാൻ ചോദിച്ചത്, നിൻ്റെ ഭാര്യയല്ലേ ഈ നിൽക്കുന്നത്, ഇവളോട് എന്താണ് നീ ചെയ്തതെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി കയറി വലിയ ഡയലോഗുകൾ അടിക്കുക. അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണെന്ന് അവൾക്ക് കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ മിണ്ടരുത് എന്ന് ദേവയാനിയോട് ജയൻ പറഞ്ഞു. അച്ഛനും അമ്മയും എല്ലാത്തിനും ന്യായവും ഒക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. നിങ്ങളെന്താ ഈ ഒരു ഇത്രയും വലിയ
ക്രൂരത കണ്ടിട്ട് മിണ്ടാതിരുന്നത് എന്നിങ്ങനെ ജയൻ അച്ഛനോട് ചോദിക്കാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിതിനകത്തൊന്നും പറയാനില്ല എന്ന് മുത്തശ്ശൻ മിണ്ടാതെ അവിടെ നിന്നു. അത് പറഞ്ഞിട്ട് മിണ്ടാതെ അവിടെ നിന്നു. ആ സമയത്ത് ആദർശിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ആദർശിനോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദർശ് കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയുവാണ്. അമ്മയോട് അവൾ എതിർത്ത് സംസാരിച്ചു, അമ്മയോട് എതിർത്ത് സംസാരിച്ചത് കൊണ്ടാണ് അത്രയും വലിയൊരു ശിക്ഷ കൊടുത്തത്, അവളെ ഇറക്കി വിട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മയെ എതിർത്ത് സംസാരിച്ചപ്പോഴേക്കും നീ ഇത്രയും വലിയ ന്യായങ്ങളൊക്കെ ചെയ്യാറായി അല്ലേ ആദർശേ? ഈ ഇറക്കി വിട്ടത് ആരെയാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. നീ താലി കെട്ടിയ പെണ്ണാണ് ഈ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മുടെ അച്ഛൻ മകനോട് പറയുന്നു. അപ്പോൾ വെറും പിച്ച പോലുള്ളൊരു താലിയാണതെന്നും ആ താലിക്ക് വിലയില്ലെന്നുമുള്ള കാര്യങ്ങൾ നമ്മുടെ കനക അവിടെ നിന്ന് പറഞ്ഞപ്പം ഒരിക്കലും അങ്ങനെ പറയരുത് എന്ന് ഇത് കേട്ട് സഹിക്കാൻ മേലാതെ ആദർശിൻ്റെ അച്ഛൻ പറയാം. അങ്ങനെ ആ ഒരു താലിയെ കുറച്ച് കാണരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു താലിക്ക് ഈ ഒരു താലിക്ക് അതിൻ്റേതായ മഹത്വം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ദുരന്തം എൻ്റെ മോൾക്ക് സംഭവിക്കില്ലായിരുന്നെന്നും എൻ്റെ മോളെ വെറുതെ കൊണ്ടുവന്നൊരു ചെന്നായക്കൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്രയും ദുഃഖം ഞങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടത്തോടു കൂടി അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ അവർ സംസാരിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഈ ദേവയാനിയും ജലജയും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീട്ടിൽ ദേവയാനിയോ അല്ലെങ്കിൽ ആദർശോ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ വീട്ടിലെ മുതിർന്നവരാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ ആരൊക്കെ വേണം, ഇവിടെ ആരൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കുന്നതും അവർ തന്നെയാണെന്നും അവരുടെ തീരുമാനത്തിനാണ് പ്രാധാന്യമെന്നും അന്നേരത്തേക്കും ജയൻ പറയാം. ഈ വീട്ടിൽ എൻ്റെ മരുമകളായിട്ട് കയറി വന്നവളാണ് നയന. എൻ്റെ മരുമകളെ എനിക്ക് ഈ വീട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും അത് സാധ്യമാകില്ല എന്ന് ദേവയാനി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മിണ്ടിപ്പോകരുതെന്ന് ദേവയാനിയോട് വീണ്ടും പറയാം. എൻ്റെ മരുമകൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ മരുമകളായ നയന എന്തെങ്കിലും ഈ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാകും, അതിനകത്ത് ന്യായവും ഉണ്ടാകും. ഒരിക്കലും അന്യായമായി ആരോടും ഒന്നും ചെയ്യുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. നന്മയുടെ മാത്രം പാതയിലൂടെ സഞ്ചരിക്കുന്നവളാണ് എൻ്റെ മരുമകൾ. ആ മരുമകൾക്ക് ആരെയും ഒരിക്കലും വേദനിപ്പിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ നമ്മുടെ ജയൻ നയനിയെ എല്ലാവരുടെയും മുന്നിൽ ഉയർത്തി കാണിക്കുക. ആദർശിൻ്റെ മുന്നിലും എല്ലാവരുടെ മുന്നിലും. ആദർശൊന്നും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ജയനാണെങ്കിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ എല്ലാവരുടെയും മുഖത്ത് നോക്കി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോള് തീർച്ചയായും ഈ വീട്ടിൽ ജീവിക്കേണ്ടവളാണെന്നും എൻ്റെ മോള് ഇവിടെ വേണ്ടവളാണെന്നുള്ള കാര്യവും പറഞ്ഞു നയനയോട് അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞു. നയനയോട് അകത്തേക്ക് കയറി പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നയന സമ്മതിച്ചില്ല. ഇല്ല, ഞാനിവിടെ താമസിക്കില്ല, എനിക്ക് സ്ഥാനമില്ലാത്തടത്ത് അല്ലെങ്കിൽ എന്നെ ഇറക്കി വിട്ടവിടത്തേക്ക് ഞാൻ ഇനി ഒരിക്കലും വരില്ല എന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുന്ന സമയം നയനയോട് പറഞ്ഞു, മോളെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ നീ ഒരു തെറ്റുകാരിയാകും. ഇവർ പറയുന്നതെല്ലാം അത് ശരിയായി വരും. നീ തെറ്റുകാരിയല്ലെന്നും നിന്റെ ഭാഗത്താണ് ശരിയെന്നും ന്യായമെന്നും തെളിയിക്കാൻ നീ ഇവിടെ തന്നെ വേണമെന്നുള്ള കാര്യം അമ്മായി അച്ഛൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകത്തെയും അച്ഛനെയും ഇങ്ങനെ നോക്കുക മകള്. ശരിയാണ്, അതാണ് സത്യം, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ളൊരിതിൽ അങ്ങനെ ആ ഒരു കാര്യം ഇവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയും പറഞ്ഞു. അച്ഛൻ അതായത് ജയൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് എൻ്റെ മോള് വില കൊടുക്കണമെന്നും അതുകൊണ്ട് എൻ്റെ മോൾ അകത്തേക്ക് കയറി പോകാനും നമ്മുടെ ഗോവിന്ദേട്ടൻ പറയാം. അപ്പോൾ ഗോവിന്ദേട്ടൻ അതും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കേട്ട് അവരെല്ലാവരും അന്താളിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഗോവിന്ദേട്ടനും അതുപോലെ കനകവും പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ അവരോട് വീട്ടിലോട്ട് പോയിക്കോളാനും പറഞ്ഞ് അവരോട് ഈ കണ്ട കാര്യങ്ങൾക്കൊക്കെ ക്ഷമയും ചോദിച്ച് മാപ്പും ചോദിച്ച് അങ്ങനത്തെ നമ്മുടെ ജയൻ മാന്യമായി തന്നെ അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജയൻ എല്ലാവരും ഒരു നോട്ടം നോക്കി അകത്തേക്ക് കയറിപ്പോയി. അതുപോലെ തന്നെ ആദർശം പോയി, എല്ലാവരും പോയി. ഇന്നെല്ലാം നടക്കുമെന്ന് വിചാരിച്ചത് എല്ലാം നശിപ്പിക്കാൻ വേണ്ടി അയാൾ കയറി വന്നിരിക്കുക എന്നും പറഞ്ഞ് അന്നേരത്തേക്കും ജലജ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം കനകവും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും വീട്ടിൽ ചെന്നു. പെരയ്ക്കകത്ത് പോലും കയറാതെ ആ മുറ്റത്തിരുന്ന് ഇങ്ങനെ കരയുക. അപ്പോൾ അങ്ങോട്ടേക്ക് നന്ദു വന്നു. നന്ദു വന്നിട്ട് അച്ഛനും അമ്മയും ഇത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു. എത്ര നേരമായി ഞാൻ വന്നിട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴും ഇവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. എന്താ അച്ഛനും അമ്മയ്ക്കും പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നന്ദുവിനോട് ഇവർ പറയാം. ഇത് കേട്ടപ്പം നന്ദുവിൻ്റെ രക്തം അങ്ങ് തിളച്ചു വന്നു. രക്തം തിളച്ചു വന്നു കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു, ഒരിക്കലും ഇത് ശരിയായ പ്രവൃത്തിയല്ല,
ചേച്ചിയെ ഒരിക്കലും അവിടെ നിർത്തിയിട്ട് നിങ്ങൾ പോരരുതായിരുന്നു. ഇതിപ്പോൾ ചേച്ചി ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിലല്ലേ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് എന്ത് ഔദാര്യമായ ഒരു ജീവിതം അവർ രണ്ടാമത് കൊടുത്തു എന്നല്ലേ അതിൻ്റെ അർത്ഥം വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും എന്തിനാ ചേച്ചി അവിടെ നിർത്തിയിട്ട് പോകുന്നത്? ചേച്ചിയെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ കനകം പറഞ്ഞു, മോളെ ആ ഒരു സമയത്ത് നയനമോളുടെ അച്ഛൻ വന്ന് ഞങ്ങളോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എതിർത്ത് സംസാരിക്കാനായിട്ട് തോന്നിയില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ പറയാം. എൻ്റെ മോളെ ഓർത്ത് എന്നെ നെഞ്ചു പൊട്ടി പോവുകയാണെന്നും ഈ കുടുംബത്തിന് വേണ്ടി, ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഈ കുടുംബത്തിൻ്റെ മാനാഭിമാനങ്ങൾക്കും വേണ്ടി എൻ്റെ മോളുടെ ജീവിതം വെറുതെ കൊണ്ടുപോയി നശിപ്പിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. നന്ദു പറഞ്ഞു, എൻ്റെ നയനേച്ചിയെ പോലെ ഒരു മകളുടെ സ്നേഹം അനുഭവിക്കാനോ അല്ലെങ്കിൽ ഭാര്യയുടെ സ്നേഹം അനുഭവിക്കാനോ ആ ദേവയാനി എന്ന് പറയുന്നവർക്കോ അല്ലെങ്കിൽ ആദർശേട്ടനോ ഇല്ല. അതുകൊണ്ടാണ് അവർ ഇതുപോലത്തെ പൊട്ടത്തരമൊക്കെ കാണിച്ചത്. അവർ ഈ കാണിച്ചതിനൊക്കെ അവർ നാളെ അനുഭവിക്കാൻ പോവുക. അവർക്ക് വലുത് നവ്യ ചേച്ചി ആയിരിക്കും. പക്ഷെ നവ്യ ചേച്ചി അവർക്ക് കൊടുക്കാൻ പോകുന്ന പണി എന്താണെന്ന് നോക്കിക്കോ. ഇത്രയ്ക്ക് മര്യാദ കെട്ട ഒരാളായി പോയല്ലോ ആദർശേട്ടൻ്റെ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോലും വിചാരിച്ചത് നയനേച്ചിയെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയെന്നും നയനേച്ചിയുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും മാറി തുടങ്ങി എന്നുള്ളതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ട് അവരിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. ഇനി അച്ഛനും അമ്മയും ഇവിടെ ഇരുന്നിട്ട് എന്തിനാ അകത്തേക്ക് വാന്നും പറഞ്ഞുകൊണ്ട് നന്ദു വിളിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും കുറേ എണ്ണിപ്പറക്കും കരച്ചിലും ഒക്കെ ആയിട്ട് കനകം ഒരു സൈഡിൽ, അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ പെയ്തിറക്കുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മുറിയിലേക്ക് എത്തിയിട്ട് നനഞ്ഞാണല്ലോ വന്നത്. അപ്പോൾ ഒന്ന് ഫ്രഷായി നിൽക്കുകയാണ് നമ്മുടെ ജയൻ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി കയറി ചെല്ലുന്നത്. ദേവയാനി കയറി ചെന്നപ്പോഴും ഇദ്ദേഹം ദേവയാനിയെ മൈൻഡേ ചെയ്യുന്നില്ലേ. ദേവയാനി എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ എന്നുള്ളൊരു മൈൻഡിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം എന്നിട്ട് ഇങ്ങനെ തോർത്തിക്കൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പണിയാണ് ജയേട്ട ഈ കാണിച്ചതെന്ന് ദേവയാനി ചോദിച്ചു. അപ്പോഴും ജയനൊന്നും മിണ്ടുന്നില്ല. ഇത്രയും വലിയൊരു പണി കാണിച്ച അവളെ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മര്യാദകേട് കാണിച്ച അവളെ വീണ്ടും എന്തിനാണ് വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആരാണ് മര്യാദകേട് കാണിച്ചതെന്ന് നീയൊന്ന് ചിന്തിച്ച് നോക്കൂ ദേവാന്ന് ദേവയാനിയോട് നമ്മുടെ ജയൻ പറഞ്ഞു. ആരും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് നീ നിൻ്റെ മരുമകളോട് കാണിച്ചതെന്ന് പറഞ്ഞു. ഞാനെന്ത് ക്രൂരതയാണ് കാണിച്ചത്? ആദർശല്ലേ അവളെ കൊണ്ടുവന്ന് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് നിൻ്റെ മകൻ അത് ചെയ്തത്? ആർക്കു വേണ്ടിയാണ് താലി കെട്ടിയ ഭാര്യയെ വീട്ടിൽ നിന്നും ഈ പെരുമഴയ്ക്ക് രാത്രിയിൽ ഇറക്കി വിട്ടത്? നിനക്ക് വേണ്ടിയല്ലേ? ഇപ്പോഴും സ്വന്തം മകനെ മടിയിൽ വെക്കണമെന്നുള്ള ചിന്ത മാത്രമേ നിനക്കുള്ളൂ. അവനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അവൻ വളർന്നു വലുതായി, അവൻ്റെ വിവാഹം കഴിഞ്ഞു, അവൻ്റേതായ ഒരു കുടുംബമുണ്ട്, അവൻ്റേതായ കുറേ ലോകമുണ്ട്, ആൾക്കാരുണ്ട്. അതൊക്കെ നീ നിൻ്റെ മനസ്സിനെ അംഗീകരിപ്പിക്കണം. അല്ലാതെ ഇന്നും നീ കുഞ്ഞുനാളിൽ എടുത്തുകൊണ്ട് നടന്ന നിൻ്റെ മകനാണ് ഇപ്പോഴും നിൻ്റെ അരികിലുള്ളതെന്ന് വിചാരിക്കുന്നിടത്തോളം നിൻ്റെ മകനൊരു ജീവിതം ഉണ്ടാകാൻ, അതിന് നയനമോളല്ല മറ്റേതു പെൺകുട്ടിയാണെങ്കിലും അവളുമായി ഒരു ജീവിതം അവനുണ്ടാകാൻ നീ ഒരിക്കലും സമ്മതിക്കില്ല. അത്രയ്ക്ക് മോശം പെണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മോശം അമ്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നീ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനിയെ എടുത്തിട്ട് പൊളിച്ചില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയൻ. ഭർത്താവ് ആരാണെന്നും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തൻ്റെ ഇടം എന്താണെന്നും ഇന്നാണ് ദേവയാനി ശരിക്കും തിരിച്ചറിഞ്ഞത്. ദേവയാനിയുടെ വൃത്തികെട്ട സ്വഭാവം മുഴുവൻ അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു കാര്യങ്ങളും ചണ്ടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.